മക്കളെ, ഇന്ന് നമുക്ക് 9ാം ക്ലാസ്സിന് ഫസ്റ്റ് ടൈം എക്സാമിലേക്ക് വരാൻ സാധ്യതയുള്ള, നിങ്ങൾക്ക് ഫൂൽ എന്ന ചാപ്റ്റർ വരെയാണ് എക്സാമിന് വരുന്നത്. അത്രയും ചാപ്റ്ററിൽ നിന്നും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ്, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അതായത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ മാത്രമാണ് നോക്കുന്നത്. നടുക്കടിൻ്റെയും ചട്ട്പടിൻ്റെയും പാഠത്തിലെ വാർത്താലാപും ഡയറിയും, പിന്നെ കവിതയുടെ ആശയം, പിന്നീട് വരുന്നത് ഘർ എന്ന കഹാനിയിലെ ഫർഹാദിൻ്റെ ചരിത്രപര ടിപ്പണിയും, ആ ഘർ എന്ന കഹാനിയിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു പോസ്റ്റർ കൂടെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നടുക്കട് ആർ ചട്ട്പട് കെ ബീച്ച് കി സംഭാവിത് ബാത്ചീത്താണ് നമ്മൾ നോക്കുന്നത്. ചട്ട്പട്, അബ് തോ തും ബഹ് ജാനെ സെ ബച്ച് ഗയേ ഹോ ഫിർ ക്യോം രോ രഹേ ഹോ. ഇപ്പോൾ നീ ഒഴുകിപ്പോകുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടതല്ലേ, പിന്നെ എന്തിനാണ് നീ കരയുന്നത്? തും ഘർ ജാക്കർ മാം സെ ശിക്കായത്ത് കരോഗെ, നീ വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് പരാതി പറയും. അഗർ ന കരൂം തോ, അങ്ങനെ ചെയ്തില്ലെങ്കിലോ? തോ ജോ കഹോ, മുझे കാഗസ് കി നാവ് ബനാന നഹി ആത്ത തും സിഖാ ദോഗെ, എനിക്ക് കടലാസ് തോണി ഉണ്ടാക്കാൻ അറിയുകയില്ല, നീ പഠിപ്പിച്ചു തരുമോ? ഹാ ഉസ്മേ ക്യാ ഹെ, അതിനെന്താണ്? പർ മുझे തൈർനാ നഹി ആത്ത തും സിഖാ ദോഗെ, എനിക്ക് നീന്താൻ അറിയില്ല, നീ പഠിപ്പിച്ചു തരുമോ? ഹാ ഉസ്മേ ക്യാ ഹെ, അതിനെന്താണ്? മാം പൂച്ചേഗി തോ ക്യാ കഹേങ്കെ. അപ്പോൾ ചട്ട്പട് പെട്ടെന്ന് പറയാണ്, അമ്മ ചോദിക്കുകയാണെങ്കിൽ എന്ത് പറയുന്നു? കാരണം അവർ വെള്ളത്തിലൊക്കെ നനഞ്ഞു നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ നടുക്കട് പറയുന്നു, ഹാ ബഡേ അബ്, ബഡേ ഇനി ആവോ ദൗഡ് ലഗാത്തേ ഹെ കപ്പടെ അപ്പനെ ആപ്പ് സൂക്ക് ചായെങ്കിൽ, വരൂ നമുക്കെന്ത് ചെയ്യാം, ഓടാം, അപ്പോൾ വസ്ത്രം എന്തായിക്കോളും, താനേ ഉണങ്ങിക്കോളും എന്ന് പറയാണ്. ചട്ട്പട്, ഏ ടീക്ക്, അത് ശരിയാണ് എന്ന് പറഞ്ഞിട്ട് ആ സംഭാഷണം അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫർഹാദിൻ്റെ ചരിത്രപർ ടിപ്പണിയാണ്. ഫർഹാദിൻ്റെ ചരിത്രപർ ടിപ്പണി. ശ്രീമാൻ ഫർഹാദ് പ്രഭാത് സെ ലിഖാ ഹുവ ഘർ കഹാനി ക പ്രമുഖ പാത്ര ഹെ. ശ്രീമാൻ ഫർഹാദ് പ്രഭാത് എഴുതിയിട്ടുള്ള ഘർ എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ്. വഹ് സഹജീവിയോ കെ പ്രതി വിശേഷ പ്രേം രഖ്നെ വാല സംവേദനശീൽ ആദ്മി ഹെ. അദ്ദേഹം സഹജീവികളോട് സ്നേഹമുള്ള ഒരു നല്ല വ്യക്തിയാണ്. വഹ് ചോട്ടേ ജീവോ കോ കബി സദാത്താ നഹീം ചാത്താ ഹെ. അയാൾ ചെറിയ ജീവികളെ ഒരിക്കലും ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്നില്ല, വിഷമിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വഹ് അപ്പനെ ഗർമേം അധികാംശ ജഗ സഹജീവിയോ കെ ലിയെ ദേത്തി ഹെ. അയാൾ തൻ്റെ വീട്ടിലെ അധികം സ്ഥലവും, കൂടുതൽ സ്ഥലം സഹജീവികൾക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. വഹ് ഘർ കി സീമിത സുവിധാവും സെ ഹി സന്തുഷ്ട ഹോ ജാത്താ ഹെ. അയാൾ വീട്ടിൽ സീമിതമായിട്ടുള്ള, പരിമിതമായിട്ടുള്ള സ്ഥലം, സുഖ സൗകര്യങ്ങളിൽ തന്നെ അദ്ദേഹം സന്തുഷ്ടനാണ്. ഘർ കെ തമാം സൂക്ഷ്മജീവോ കോ പൂർണ്ണ സ്വതന്ത്രത ദേക്കർ, വീട്ടിലെ മുഴുവൻ സൂക്ഷ്മജീവികൾക്കും പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് ഫർഹാദ് ഉനെ അപ്നാ പരിവാർ മാൻതാ ഹെ. ഫർഹാദ് അത് തൻ്റെ ഒരു കുടുംബമായിട്ട് അംഗീകരിക്കുന്നു. ഉൻകി ഖുഷി ദേക്കർ ഫർഹാദ് കി ഖുഷ് ഹോ ജാത്താ ഹെ. അവരുടെ സന്തോഷം കാണുമ്പോൾ ഫർഹാദിനും സന്തോഷമാകുന്നു. ഘർ കെ ജീവജന്തു ബി ഉസ്സെ ബഹുത്ത് ചാത്ത ഹെ. വീട്ടിലെ ജീവജന്തുക്കളും അയാളെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. വഹ് പുസ്തക ബഹുത്ത് പഠിത്താ ഹെ. അയാൾ നന്നായിട്ട് പുസ്തകം വായിക്കുന്നു. വഹ് ദിൻ ഭർ സാമാജിക കാര്യമേ ലഗേ രഹ്നെ കെ और रात को केवल सोने के लिए घर आता है. അയാൾ പകൽ മുഴുവൻ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിനു ശേഷം രാത്രി കേവലം ഉറങ്ങാൻ വേണ്ടി മാത്രമാണ് വീട്ടിലേക്ക് വരുന്നത്. ഇസ് പ്രകാർ ഫർഹാദ് കെ ചരിത്രമേ പ്രകൃതി സെ മേൽ ഗാക്കർ രഹ്നാ ചാഹ്നെ വാല ഏക് പ്രകൃതി പ്രേമി കോ ഹം ദേഖ് സക്തേ ഹെ. ഇപ്രകാരം ഫർഹാദിൻ്റെ സ്വഭാവത്തിൽ പ്രകൃതി സ്നേഹം നമുക്ക് കാണാൻ സാധിക്കുന്നു. അത്രയാണ് ഫർഹാദിൻ്റെ ചരിത്രപർ ടിപ്പണി എഴുതിയിട്ടുള്ളത്. എല്ലാവരും കൃത്യമായിട്ട് ഫർഹാദിൻ്റെ ചരിത്രപർ ടിപ്പണി പഠിച്ചു വെക്കണം. എക്സാമിന് ചോദിക്കാൻ വളരെ കൂടുതൽ സാധ്യതയുള്ളൊരു ചോദ്യമാണത്. ഇനി നമ്മൾ ആ ഘർ എന്ന കഹാനിയിൽ നിന്ന് തന്നെയുള്ളൊരു പോസ്റ്ററാണ് നോക്കുന്നത്. പോസ്റ്റർ എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ 1/4 ഭാഗത്തോളം നിങ്ങൾ ബോക്സ് വരയ്ക്കണം. നിങ്ങൾക്ക് പോസ്റ്റർ എഴുതാനുള്ള ബോക്സ്, അത് ഏത് തരത്തിലുള്ള പോസ്റ്റർ ആയാലും, അതായത് സന്ദേശ് ദേനേവാലി പോസ്റ്റർ, 2 തരം പോസ്റ്റർ ഉണ്ടെന്ന് അറിയാലോ. ഒന്ന് സന്ദേശ് ദേനേവാലിയാണ്. അപ്പോൾ നമ്മൾക്ക് ഏത്
തരത്തിലുള്ള പോസ്റ്റർ ആയിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് തന്നിട്ടുള്ള ആൻസർ ഷീറ്റിൻ്റെ മുക്കാൽ ഭാഗത്തിൽ നിങ്ങൾ വലിയൊരു ബോക്സ് വരയ്ക്കുക. ആ ബോക്സ് വരച്ചിട്ട് അതിനുള്ളിലാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, ചെറിയ ബോക്സിൽ ഒരിക്കലും എഴുതരുത്, വലിയ ബോക്സ് തന്നെ വരയ്ക്കണം. ഒരു ആൻസർ ഷീറ്റ് പുതിയത് വാങ്ങുക പോസ്റ്റർ എഴുതുന്ന സമയത്ത്, എന്നിട്ട് ഒരു മുക്കാൽ ഭാഗം വരയ്ക്കുക. നിങ്ങൾ എഴുതി ഇങ്ങനെ തുടങ്ങി പകുതി മുക്കാലായ ഭാഗത്ത് പോസ്റ്റർ ചെയ്യണ്ട. പോസ്റ്റർ നിങ്ങൾ ഒരു പുതിയ ആൻസർ ഷീറ്റിലേക്ക് തന്നെ എഴുതിക്കോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. പോസ്റ്റർ പ്രകൃതി സബ്കാ ഘർ കാ സന്ദേശ് ദേനെ വാല പോസ്റ്ററാണ്. അപ്പം നമ്മളിവിടെ പ്രകൃതി സബ്കാ ഘർ എന്നെഴുതി. പ്രകൃതിക്കോ ബച്ചായേം ജീവൻ ബച്ചായേം, ഇങ്ങനെ അടുത്തടുത്ത് എഴുതാതെ കുറച്ച് വിട്ടാക്കിയിട്ട് കുറച്ച് വലുതാക്കിയിട്ട് എഴുതുക. ഈ ബ്ലാക്കിലുള്ളതൊക്കെ കുറച്ചൊക്കെ അടുത്ത നിറത്തിൽ തന്നതൊക്കെ എന്ത് ചെയ്യുക, നല്ല വലുതായിട്ട് എഴുതുക. അതിനെക്കാട് കുറച്ച് ചെറുതായിട്ട് പ്രകൃതി ഹമാരി മാം ഇസ്കാ ശോഷൺ മത് കരോ, പ്രകൃതിക്ക് രക്ഷ, ഹം സബ്കി സുരക്ഷ, ഇതൊക്കെ എന്ത് ചെയ്യുക, കുറച്ച് ചെറുതായിട്ട് എഴുതാം. ഏറ്റവും വലുതിനെക്കാട്ടിയും അതിനെക്കാട്ടും ചെറിയൊരു പടിക്ക് കുറച്ചത് എഴുതാം. പ്രകൃതി ഹമാരി മാം, പ്രകൃതി നമ്മുടെ അമ്മ, ഇസ്കാ ശോഷൺ മത്ത് കരു, അതിനെ എന്ത് ചൂഷണം ചെയ്യരുത്. പ്രകൃതിക്ക് രക്ഷ, ഹം സബ്കി സുരക്ഷ, പ്രകൃതിയുടെ രക്ഷയാണ് നമ്മുടെ എല്ലാവരുടെയും സുരക്ഷ. വിശ്വ പ്രകൃതി സംരക്ഷൺ ദിവസ് ജൂലൈ 28, വിശ്വ സംരക്ഷൺ പ്രകൃതി ദിവസ് ജൂലൈ 28ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഈ ജൂലൈ 28 എന്ന ഡേറ്റ് തരും, ചിലപ്പോൾ ഡേറ്റ് തരാതെയും നിങ്ങൾക്ക് പോസ്റ്റർ എഴുതാൻ പറയും. ആ സമയത്ത് ഡേറ്റ് നിങ്ങൾ എഴുതണം. അപ്പോൾ ആ ഡേറ്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക. വിശ്വ പ്രകൃതി സംരക്ഷൺ ദിവസ് ജൂലൈ 28ആണ്, ജൂലൈ 28. പ്രകൃതി സെ അലഗ് ഹോക്കർ ഹം ജി നഹീം സക്തേ, പ്രകൃതിയിൽ നിന്നും വേർപെട്ട് പ്രകൃതിനെ മാറ്റി നിർത്തിയിട്ട് നമുക്കൊരിക്കലും ജീവിക്കാൻ കഴിയുകയില്ല. പ്രകൃതി സംരക്ഷൺ സമിതി കേരൾ. അപ്പം നമ്മുടെ ഘർ എന്ന കഹാനിയിൽ നിന്നും വരാൻ സാധ്യതയുള്ള പോസ്റ്റർ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ചട്പടിൻ്റെ ഡയറിയാണ്. നടുക്കട് വെള്ളത്തിൽ പോയ ദിവസം ചട്പട് എഴുതുന്ന ഡയറി. ഇത് തന്നെ നിങ്ങൾക്ക് ചട്പടിൻ്റെ കത്തായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. കത്ത് ചോദിക്കുകയാണെങ്കിൽ കത്തിൻ്റെ ഫോർമാറ്റ് പഠിച്ചു വെക്കുക. പിന്നെ ഈ ഡയറിയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കത്തിലേക്ക് എഴുതിയാൽ മതി. ഓക്കെ, ആജിയൊക്കെ ബുരാദിന്ത, ഡയറീൻ്റെ ഫോർമാറ്റ് അറിയാലോ. ഡയറീൻ്റെ ഫോർമാറ്റ് നിർബന്ധമായിട്ട് എഴുതണം കേട്ടോ, അല്ലാതെ ഡയറി എഴുതി തുടങ്ങരുത്. നിങ്ങൾ ഫോർമാറ്റിൽ എന്താണ്, താരീഖാണ് എഴുതേണ്ടത്, ഡേറ്റ് എഴുതണം, ദിവസവും എഴുതണം. ദിവസം എഴുതണം, രവിവാർ, സോമവാർ, മംഗൾവാർ, ബുധവാർ, ഗുരുവാർ, ശുക്രവാർ, ശനിവാർ, അതിലേതെങ്കിലും ഒരു വാർ എഴുതുക, ഡേറ്റ് എഴുതാം. ആജിയൊക്കെ ബുരാദിന്ത, ഇന്നൊരു ചീത്ത ദിവസമായിരുന്നു. ആജ് നടുക്കടിനെ ഹദ് കർദി, ഇന്ന് നടുക്കട് പരിധി ലംഘിച്ചു. സ്കൂൾ സേ ലൗഡ് രഹാദ, സ്കൂളിൽ നിന്ന് തിരിച്ചു വരികയായിരുന്നു. തബ് വഹ് മേരി നസരോം കെ ബജ്കർ നദീ കിനാരെ കാഗസ് കി നാവേം ബഹിനെ കേലിയുകയാ, അപ്പോൾ അവൻ എൻ്റെ ദൃഷ്ടിയിൽ നിന്നും മറിഞ്ഞിട്ട് എന്ത് ചെയ്തു, നദിയുടെ തീരത്തേക്ക് കടലാസ് തോണി ഇടാൻ വേണ്ടിയിട്ട് പോയി, ഒഴുക്കാൻ വേണ്ടിയിട്ട് പോയി. ലേഖ്യൻ പയർ ഫിസൽക്കർ വഹ് നദി മേ ഗിർ പട, പക്ഷേ കാല് വഴുതി അവൻ നദിയിലേക്ക് വീണു. യഹ് ദേക്കർ മേനെ തുരന്ത് നദി മേ കൂത് പട, അത് കണ്ട ഞാൻ ഉടനെ നദിയിലേക്ക് എടുത്തു ചാടി. ദോടിയെ ദൂർ തരണേക്കെ ബാദ് ഹി മേനെ നടുക്കടുക്കോ പക്കടാലിയ, കുറച്ചു ദൂരം നീന്തിയതിനു ശേഷം ഞാൻ നടുക്കടിനെ പിടിച്ചു. അവർ കിനാരെ പർ ലേകായ, എന്നിട്ട് ഞാൻ തീരത്തേക്ക് കൊണ്ടുവന്നു. മുझे ഗുസ്സായ, എനിക്ക് ദേഷ്യം വന്നു. നടുക്കടുക്കോ ദോ ചാബട് ലഗാന ചാ, നടുക്കൻ 2 അടി കൊടുക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചു. പർ വഹ് ഡരാ और घबराया ഹോത, പക്ഷെ അവൻ നന്നായിട്ട് ഭയന്നിരുന്നു. മുझे ഉസ് പർ പ്യാർ ആ ഗയ, എനിക്ക് അവനോട് സ്നേഹം തോന്നി. ഉസ്നെ മുझे മാംസേ വഹ് ബാത്ത് ന കഹനെ കോ കഹ, അമ്മയോട് ആ കാര്യങ്ങളൊന്നും പറയരുതെന്ന് അവൻ പറഞ്ഞു. ഇസ്ലിയെ ഹംനെ ദൗഡ്കർ കപ്പടെ സുഖാ ദിയ, കാരണത്താൽ ഞങ്ങൾ ഞങ്ങളുടെ വസ്ത്രം ഓടി ഉണക്കി. മാംസേ ഹം കുച്ച് നെഹി കഹ, ഇസ് ഘടന കെ ബാരെ മേ സോച്തേ ഹി മൻ ഘബരാ ജാത്ത, ആ ഒരു സംഭവം ഓർക്കുമ്പോൾ തന്നെ മനസ്സ് ഭയപ്പെടുകയാണ്. ഭഗവാൻ കി കൃപാ സേ വഹ് ബച്ച് ഗയ, ഈശ്വര കൃപയാൽ അവൻ രക്ഷപ്പെട്ടു. കാശ് മുझे തൈർനാ നഹി ആത്താ തോ, ഈശ്വര എനിക്ക് നീന്താൻ അറിയില്ലായിരുന്നു എങ്കിൽ ഉസ്കാ ക്യാ ഹാൽ ഹോത്ത, അവൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു. ഏ ഘടന മേ കബി നഹി ഭൂലൂങ്ക, ഈ സംഭവം ഞാൻ ഒരിക്കലും മറക്കുകയില്ല. ഇതാണ് ഇവിടെ നമ്മൾ എഴുതിയ ഡയറി. അപ്പോൾ നിങ്ങൾക്ക് ഇത് കത്താക്കണം എന്നുണ്ടെങ്കിൽ കത്താക്കുന്ന സമയത്ത് കത്തിൻ്റെ ഫോർമാറ്റ് എഴുതുക. എന്നിട്ട് ആജ് കാ ബുരാദിന്ത, അതൊന്നും എഴുതണ്ട. ആജ് നടുക്കട് ഹദ് കർദി, അപ്പോൾ കൂട്ടുകാരനോട് ചോദിക്കുകയാണ്, നിനക്ക് എൻ്റെ അനുജൻ നടുക്കടിനെ അറിയില്ലേ, അവൻ മഹാവികൃതിയാണ്. ഏക് ദിൻ, ഒരു ദിവസം, സ്കൂൾ സേ ലൗഡത്തെ സമയം, സ്കൂളിൽ നിന്നും വരുന്ന സമയത്ത്,
വഹ് മേരി നസറോ സെ ബജ്കർ നദി കിനാരെ കാഗസ് കി നാവ് ബഹാനെ കെ ലിയെ ഗയ. അവൻ്റെ കണ്ണിൽ നിന്നും മാറിയിട്ട് എന്ത് ചെയ്തു? നദീ തീരത്ത് കടലാസ് കൊണ്ടിടാൻ വേണ്ടിയിട്ട് പോയി. ബാക്കിയൊക്കെ അങ്ങനെ തന്നെ അങ്ങോട്ട് എഴുതട്ടോ. പിന്നെ ലാസ്റ്റ് അതുപോലെ തന്നെ ഏ ഘടനാമേ കബി നഹി ഭൂലുങ്ക എന്നുള്ളതും നിങ്ങൾ കത്താണ് ചോദിക്കുന്നതെങ്കിൽ എഴുതണ്ട. കത്തിലേക്ക് ഇത് എഴുതാൻ പറ്റൂല, ഫസ്റ്റിലുള്ള എഴുതാൻ പറ്റൂല കേട്ടോ. അജിക്കാദിൻ ബുര എന്നുള്ളത് എഴുതാൻ പറ്റൂല. അപ്പം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കവിതയുടെ ആശയമാണ്. കവിതയുടെ ആശയം. ഏത് കവിതയുടെ ആശയമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്? നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ബഹുത്ത് ദിനോ കെ ബാദ് എന്ന കവിതയുടെ ആശയമാണ്. അപ്പം നമുക്ക് ബഹുത്ത് ദിനോ കെ ബാദ് എന്ന കവിതയുടെ ആശയം നോക്കാം. നാഗാർജുൻ की कविता बहुत दिनों के बाद ग्रामीण जीवन की सुंदरता और साधारण सुखों का वर्णन करती है. നാഗാർജുൻ്റെ കവിതയായിട്ടുള്ള ബഹുത്ത് ദിനോ കെ ബാദ് എന്ന കവിത ഗ്രാമീണ ജീവിതത്തിൻ്റെ ഗ്രാമീണ ജീവൻ കി സുന്ദരത, ഗ്രാമീണ ജീവിതത്തിൻ്റെ സൗന്ദര്യത്തെയും ലളിതമായ ആനന്ദങ്ങളെയും വിവരിക്കുന്നു. कविता में कवि ने लंबे समय के बाद गाँव लौटने पर अपने अनुभवों को साझा किया है. വളരെ കാലത്തിന് ശേഷം ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തിയപ്പോഴുള്ള കവിയുടെ അനുഭവങ്ങളാണ് ഈ കവിതയിലൂടെ അദ്ദേഹം പങ്കുവെക്കുന്നത്. कवि ने उन छोटे छोटे अनुभवों का वर्णन किया है जिन्हें उन्होंने बहुत दिनों बाद पुनः महसूस किया. वह पकी हुई सुनहरी फसलों की मुस्कान को देखना, किशोरियों के दान कूटने की मधुर आवाज़ को सुनना, वालसिरी के ताज़े फूलों की खुशबू को सूंघना, गमवई पगडंडी की धूल को छूना, ताल मखाना गाना और गन्ने चूसना, इन सभी अनुभवों को उन्होंने जी भर कर जिया. വളരെ കാലത്തിന് ശേഷം താൻ അനുഭവിച്ച ചെറിയ ചെറിയ അനുഭവങ്ങളെ കവി വിവരിക്കുന്നു. അതായത് പാകമായ സ്വർണ്ണ വിളവുകളുടെ പുഞ്ചിരി കണ്ടു, നെല്ല് കൊയ്യുന്ന പെൺകുട്ടികളുടെ മധുര ശബ്ദം കേട്ടു, നെല്ല് കുത്തുന്ന പെൺകുട്ടികളുടെ മധുര ശബ്ദം കേട്ടു. അതുപോലെ തന്നെ പുതിയ മൗലസിരി പൂക്കളാണ് കേട്ടോ, അതായത് ഇലഞ്ഞിപ്പൂക്കളുടെ ആ സുഗന്ധം അത് മണത്തു, ഗ്രാമീണ പാതയുടെ പൊടിയിൽ സ്പർശിച്ചു. അതുപോലെ തന്നെ താഴമക്കാന കഴിച്ചു. താൽമക്കാന എന്ന് പറയുന്നത് ചാപ്റ്റർ എടുക്കുമ്പോൾ പറഞ്ഞതാണ്. താൽമക്കാന എന്ന് പറയുന്ന ഒരു ചെടിയാണ്, ഒരു ഔഷധ ചെടി. അത് തോരനായിട്ടൊക്കെ കഴിക്കുകയാണ്. അതാണ് താൽമക്കാന കഴിച്ചു. കരിമ്പ് ജ്യൂസ് കഴിച്ചു. അങ്ങനെയുള്ള ഈ അനുഭവങ്ങളെല്ലാം അദ്ദേഹം പൂർണ്ണമായിട്ട് അനുഭവിച്ചു. जी भरकर जिया, മനസ്സ് നിറച്ച് അനുഭവിച്ചു. कविता का आशय यही है कि साधारण प्राकृतिक और ग्रामीण जीवन की इन छोटी छोटी खुशियों का अनुभव जो शहर के जीवन में शायद ही मिल पाता है अत्यंत सुखद और तृप्तिदायक होता है. ये कविता नॉस्टैल्जिया और प्राकृतिक के साथ जुड़ाव का एक सुंदर चित्रण है. कविता का संदेश है कि वास्तविक सुख सरलता और प्रकृति के निकटता में निहित है. നഗരജീവിതത്തിൽ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ലളിതവും സ്വാഭാവികവുമായ ഗ്രാമീണ ജീവിതത്തിൻ്റെ ഒരു ചെറിയ സന്തോഷ അനുഭവമാണ്. ആ ഒരു ചെറിയ സന്തോഷം അനുഭവിക്കുമ്പോൾ അത് വളരെ ആനന്ദകരവും സംതൃപ്തികരവുമാണെന്ന് കവിതയിലൂടെ കവി പറയുന്നു. ഗൃഹാതുരത്വത്തിൻ്റെയും പ്രകൃതിയുമായുള്ള ബന്ധത്തിൻ്റെയും മനോഹരമായ ചിത്രീകരണമാണ് ഈ കവിത. കവിക സന്ദേശേക്ക്, കവിയുടെ സന്ദേശം എന്ന് പറയുന്നത് ലാളിത്യത്തിലും അതുപോലെ തന്നെ പ്രകൃതിയോടുള്ള അടുപ്പത്തിലുമാണ് യഥാർത്ഥ സന്തോഷമുള്ളത്. ഇതാണ് ഈ കവിതയുടെ കവി പറയാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം. വാസ്തവിക സുഖ സരളത और പ്രകൃതി के निकटता में निहित है. ലാളിത്യത്തിലും പ്രകൃതിയോടുള്ള അടുപ്പത്തിലുമാണ് യഥാർത്ഥ സന്തോഷമുള്ളതെന്ന് കവി ഈ കവിതയിലൂടെ സന്ദേശമായിട്ട് പറയുന്നു. കവിയുടെ സന്ദേശം അതാണ്. അപ്പം അത്രയാണ് ബഹുത്ത് ദിനോ കെ ബാദ് എന്ന കവിതയുടെ
ആശയം വരുന്നത്. എല്ലാവരും കവിതയുടെ ആശയം കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇനി നമുക്ക് ഫൂൽ എന്ന കവിതയുടെ ആശയം കൂടിയാണ് നോക്കാനുള്ളത്. ബാക്കി പാഠങ്ങളുടെയൊക്കെ നമ്മൾ നോക്കി. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയുന്നത്, ബൂട്ടി കാക്കി എന്ന് പറഞ്ഞിട്ടൊരു പാഠം പഠിക്കാനുണ്ടല്ലോ, കഹാനി. അതിൽ ബൂട്ടി കാക്കിയിൽ നിങ്ങൾക്ക് ആകെ ഒരു 4 മാർക്കിന് ക്വസ്റ്റ്യൻ വരാനേ സാധ്യതയുള്ളൂ. ഒരു പക്ഷേ 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുക. അല്ലെങ്കിൽ ബൂട്ടി കാക്കിയിൽ നിങ്ങളോട് ചോദിക്കുന്നത് ഒരു പാരഗ്രാഫായിട്ട് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനുള്ളത് മാത്രമായിരിക്കും തരിക. അതായത് നിങ്ങൾക്ക് അവിടെ ഗോദാൻ എന്ന് പറഞ്ഞിട്ട് പഠിക്കാനുണ്ടല്ലോ, അതിൽ അതിൻ്റെ കവി ആരാണ്, ലേഖകൻ ആരാണ്, അതുപോലെ തന്നെ അതിലെ കഥാപാത്രങ്ങൾ ആരാണെന്നൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക, ഒന്ന് ഓർത്ത് വെക്കുക. അതൊക്കെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനായിരിക്കും തരുന്നത്. അങ്ങനെ ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും വരാൻ സാധ്യതയുള്ളതുള്ളൂ ബൂട്ടി കാക്കിയിൽ നിന്ന്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫൂൽ എന്ന കവിതയുടെ ആശയമാണ്. നോക്കാൻ പോകുന്നത്. കവിതയുടെ ആശയം എന്ന് പറഞ്ഞാലും ആസ്വാദന ടിപ്പണി എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആശയം നോക്കാം. कवि राम दरश मिश्र की कविता फूल में आधुनिक समाज की प्लास्टिक की चीज़ों के प्रति बढ़ती प्रकृति और इसके परिणाम स्वरूप प्राकृतिक सुंदरता और जीवन के वास्तविक स्पर्श को गोने का संदेश दिया गया है. ആധുനിക സമൂഹത്തിൽ പ്ലാസ്റ്റിക് വസ്തുക്കളോടുള്ള വർദ്ധിച്ചു വരുന്ന പ്രവണതയുടെയും അതിൻ്റെ ഫലമായി പ്രകൃതി സൗന്ദര്യവും ജീവിതത്തിൻ്റെ യഥാർത്ഥ സ്പർശവും നഷ്ടപ്പെടുന്നതിൻ്റെയും സന്ദേശം കവി രാം ദരശ് മിശ്ര ഫൂൽ എന്ന കവിതയിലൂടെ നൽകുന്നു. कवि जब अपने घर पहुँचते हैं तो वे अपने आंगन के असली फूलों को उगाड़ कर फेंक देते हैं और बाजार के प्लास्टिक के फूलों से घर को सजा देते हैं. കവി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ തൻ്റെ മുറ്റത്ത് നിന്ന് യഥാർത്ഥ പൂക്കൾ പറിച്ചെടുത്ത് മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ട് അലങ്കരിക്കുന്നു. शुरुआत में यह अच्छा लगता है क्योंकि इन फूलों की देखभाल की ज़रूरत नहीं होती और घर रंग बिरंगे फूलों से सजा रहता है. തുടക്കത്തിൽ ഇത് നല്ലതായി തോന്നുന്നു, കാരണം ഈ പൂക്കൾക്ക് പരിചരണം ആവശ്യമില്ല, വീട് വർണ്ണാഭമായ പൂക്കളാൽ അലങ്കരിച്ചിരിക്കുന്നു. അപ്പോൾ അത് തുടക്കത്തിൽ വളരെ മനോഹരമായിട്ട് തോന്നിയിരുന്നു. ലേക്കിൻ ജബ് വേ साथ हवा मधुमक्खी तितलियां और माम सभी असली फूलों की मांगा करते हैं. പക്ഷേ എപ്പോഴാണോ കാലക്രമേണ കാറ്റും തേനീച്ചയും ചിത്രശലഭങ്ങളും അതുപോലെ തന്നെ കവിയുടെ അമ്മയും ഭാര്യയും ഒക്കെ യഥാർത്ഥ പൂക്കളെ ചോദിച്ചപ്പോൾ ആ പൂക്കളെ ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങി. सबसे महत्वपूर्ण क्षण तब आता है जब बच्चे अपने पिता से असली फूल की पहचान चाहते हैं. ഏറ്റവും നിർണായകമായ നിമിഷം വരുന്നത് കുട്ടികൾ അച്ഛനോട് യഥാർത്ഥ പൂക്കൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചപ്പോഴാണ് ഏറ്റവും നിർണായകമായിട്ടൊരു നിമിഷം വരുന്നത്. തബ് കവി കാ ഹൃദയ വ്യഥിത് ഹോ ഉഠതാ ഹൈ और वे समझते हैं कि प्लास्टिक के फूलों ने उनके बच्चे को असली फूलों की पहचान के वंचित कर दिया है. കവിയുടെ ഹൃദയം വേദനയാൽ നിറഞ്ഞു പോകുന്നു. പ്ലാസ്റ്റിക് പൂക്കൾ തൻ്റെ കുട്ടികൾക്ക് യഥാർത്ഥ പൂക്കൾ നഷ്ടപ്പെടുത്തുകയാണെന്ന് അയാൾ മനസ്സിലാക്കുന്നു. कवि प्लास्टिक के फूलों को तोड़ डालते हैं और अपने आंगन की मिट्टी को फिर से तैयार करते हैं. കവി മുറ്റത്തു നിന്നും ആ പ്ലാസ്റ്റിക് പൂക്കൾ പറിച്ച് ദൂരേക്ക് എറിയുന്നു. കവി പ്ലാസ്റ്റിക് ഫൂലോं को तोड़कर डालना പൊട്ടിച്ചെറിയുന്നു. और अपने आंगन की मिट्टी को തൻ്റെ മുറ്റത്തെ മണ്ണ് വീണ്ടും ഒരുക്കുന്നു, അതായത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് फिर से तैयार करते हैं, വീണ്ടും തയ്യാറാക്കുന്നു. മിട്ടി ഹവ ആർ ജൽ സബ് ഖുഷി സെ ജൂം ഉഠത്തെ ഹെ. മണ്ണും വായുവും വെള്ളവും എല്ലാം സന്തോഷിക്കുന്നു, സന്തോഷത്താൽ ഊഞ്ഞാലാടുന്നു എന്ന് പറയുന്നത്, സന്തോഷിക്കുന്നു. ഏക കവിത ഹമേ യാദ് ദിലാത്തി ഹെ കി അസലി സുന്ദരത और जीवन का वास्तविक आनंद केवल प्रकृति में ही मिलता है. ഈ കവിത പറയുന്നത് പ്രകൃതിയിലാണ് യഥാർത്ഥ സന്തോഷവും ജീവിതത്തിൻ്റെ സൗന്ദര്യവും ലഭിക്കുന്നത് പ്രകൃതിയിൽ നിന്നാണ് എന്നാണ് ഈ കവിതയിലൂടെ പറയുന്നത്. ഈ കവിത हमारी जीवन शैली और मूल्यों पर एक गहरा संदेश छोड़ती है जिसने प्रकृति की अहमियत को फिर से समझने और उसे सराहने की आवश्यकता को उजागर किया गया है.
നമ്മുടെ ജീവിതശൈലിയെയും മൂല്യങ്ങളെയും കുറിച്ച് ഇത് ആഴത്തിലുള്ള ഒരു സന്ദേശം നൽകുന്നു. പ്രകൃതിയുടെ പ്രാധാന്യം വീണ്ടും മനസ്സിലാക്കുകയും വിലമതിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എടുത്തു കാണിക്കുന്നു. അതാണ് നമ്മുടെ ഫൂൽ എന്ന കവിത. ഫൂൽ എന്ന കവിതയുടെ ആശയവും നമ്മൾ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ഫസ്റ്റ് ടേമിന് വരാനുള്ള എല്ലാ ചാപ്റ്ററിൻ്റെയും 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.